नमस्ते बच्चों, आज के क्लास टेस्ट गूगल क्लासरूम में है। लिखकर गूगल क्लासरूम में भेजना चाहिए। इस हमारे नया पाठ स्वामी की दादी, स्वामी की दादी स्वामीनाथन एक बच्चा है और स्वामी की दादी ग्रैंडमदर। ओके, इस पाठ में बूढ़ापन के समय बड़े बुजुर्गों के साथ कुछ समय बिताने से उसके मन में और उसके अकेलापन से मुक्त होने के बारे में बताते हुए एक शिक्षाप्रद कहानी है। इस बच्चों को, छोटे छोटे बच्चों को प्रेरणा देते हुए एक कहानी है। इस सभी बच्चों के साथ बड़े आदमी भी है, उसके साथ कुछ समय बिताना चाहिए, नए नए बातों को बताना चाहिए, नए नए घटनाओं को बताना चाहिए और उनके बातों को सुनना चाहिए। उनकी कहानी सुनना चाहिए। इसके बारे में इसी प्रकार उनके साथ, बड़े बुजुर्गों के साथ, हमारे दादा दादी इनके साथ कुछ समय बिताने से उनके मन में कुछ नया खुशी आती है और उनके आशीर्वाद हमारे साथ सदा समय भी है। ओके, इसके बारे में बताते हुए कहानी है स्वामी की दादी। അതായത് പ്രായമുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികളുടെ ഗ്രാൻഡ് പേരൻസ് വീട്ടിലുണ്ടെങ്കിൽ അവരുടെ മക്കൾക്കൊക്കെ അവരുമായിട്ട് ചിലവഴിക്കാൻ സമയമൊക്കെ കുറവായിരിക്കും. അപ്പൊ അവര് എവിടെയെങ്കിലും ഒരു മുറിയിൽ അവരുടെ പഴയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒതുങ്ങി കഴിയുന്ന ഗ്രാൻഡ് പേരൻസ് അവർ പുതിയതായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. അവരോട് നമ്മൾ പുതിയ നല്ല കാര്യങ്ങൾ പറയാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന മാനസികമായിട്ടുണ്ടാവുന്ന വിഷമങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കുട്ടികളായ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് സമയമൊക്കെ അവരുടെ അടുത്ത് പോയിരിക്കുക, അവരോട് സംസാരിക്കുക, അവരുടെ കഥകളൊക്കെ കേൾക്കുക, അവർ പറയുന്ന കഥകൾ കേട്ട് ഉറങ്ങുക. അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികളുണ്ട്. മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പറയുന്ന കഥകളൊക്കെ കേട്ട് ഉറങ്ങുന്ന കുട്ടികളുണ്ട്. നിങ്ങളൊക്കെ അങ്ങനെയാണോ? ഇനി അങ്ങനെയല്ലെങ്കിൽ ഇനി അങ്ങനെയാവണം. ഓക്കെ, ഇതൊക്കെ കൊണ്ട് അവർക്ക് പ്രായമായി, അപ്പൊ അവരൊരുപാട് മാനസിക വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ പരിഗണിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അവർക്കൊരു സന്തോഷമൊക്കെ വരും. അതുകൊണ്ട് അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുക. അതിലൂടെ അവർക്കുണ്ടാകുന്ന സന്തോഷം, അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു സുരക്ഷിതത്വം, ഇതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ചെറിയ സ്റ്റോറിയാണ് സ്വാമിക്ക് ദാദി. ഓക്കെ, അവരുടെ ഒരു കോൺവെർസേഷൻ, അവർ രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെയും കഥകളും, മുത്തശ്ശിയുടെ കഥ സ്വാമിനാഥൻ കേൾക്കുന്നു, സ്വാമിനാഥന്റെ കഥ മുത്തശ്ശി കേൾക്കുന്നു. അപ്പൊ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചിലവഴിക്കുന്ന കുറച്ച് നിമിഷങ്ങളാണ് ഈ സ്വാമിക്ക് ദാദി എന്ന കഹാനിയിലൂടെ കഹാനിക്കാർ പറഞ്ഞിരിക്കുന്നത്. ओके, पाठ ध्यान से सुनिए। बैठक और भोजन कक्ष के बीच कम हवादार अंधेर गलियारे की बंद सी कोठरी में स्वामीनाथन की दादी अपने सारे सामान के साथ रहती थी। उनका सामान था 5 दरिया, 3 चादरें, 5 तकियों वाला भारी भरकम बिस्तर, पटसन के रेशे का बना एक बक्सा और लकड़ी का एक छोटा बक्सा जिसमें तांबे के सिक्के, इलायची, लौंग और सुपारी पड़े रहते थे। यदि आप बड़े बुजुर्गों को खुशी देना चाहते हैं तो उनके साथ कुछ समय जरूर बिताइए। कुछ अपनी बातें बताइए, कुछ उनके मन की बातें सुनिए।
ऐसा करने से वे कभी अकेलापन महसूस नहीं करेंगे और हमेशा प्रसन्न रहेंगे. If you want to give happiness to elderly people, try to spend some good time with them regularly. Share your daily life activities, incidents with them, and listen to what they have to tell or share. In this way, they will never feel lonely and will always stay cheerful. ഓക്കെ, ഈ സ്വാമിനാഥൻ എന്താണ്, മുത്തശ്ശിയെ മൈൻഡ് ചെയ്യാതെ എന്താണ് അധിക സമയമൊന്നും മുത്തശ്ശിയുടെ അടുത്ത് ചെലവഴിക്കാതിരുന്ന ഒരു കുട്ടിയായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുത്തശ്ശിയുടെ അടുത്ത് പോവുകയും മുത്തശ്ശി ചെറിയ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് കുറച്ച് സന്തോഷമായി. പിന്നെ എന്താണ്, സ്വാമിനാഥൻ പിന്നെ മുത്തശ്ശിയുടെ കഥകൾ കേട്ട് മാത്രമേ ഉറങ്ങുന്ന ഒരു കുട്ടിയായി മാറി. ഓക്കെ, അതാണ് സ്വാമിനാഥന്റെ മുത്തശ്ശിയും. बैठक और भोजन कक्ष के बीच हम कम हवादार अंधेर गलियारे की बंदसी कोठरी में स्वामीनाथन की दादी अपने सारे सामान के साथ रहती थी. ഇവിടെ സ്വാമിനാഥന്റെ മുത്തശ്ശി എവിടെയാ താമസിക്കുന്നത്? അതായത് ബൈഠക് അവർ ഭോജൻ കക്ഷ കെ ബീച്ച് കം ഹവാദാർ അന്ധേർ ഗലിയാരെ की बंदसी कोठरी में. बैठक और भोजन कक्ष, बैठक ലിവിംഗ് റൂം, ഭോജൻ കക്ഷ ഡൈനിങ് റൂം. ലിവിംഗ് റൂമിന്റെയും ഡൈനിങ് റൂമിന്റെയും ഒക്കെ ഇടയ്ക്കൂടെ അതിന്റെയൊക്കെ ഇടയ്ക്കൂടെ കം ഹവാദാർ അന്ധേർ ഗലിയാരേക്ക് ബന്ദസി. കം ഹവാദാർ, പുവർ വെന്റിലേറ്റഡ്, അതായത് അധികം ഒന്നും കാറ്റ് കിടക്കാത്ത, ഗലിയാരേക്ക് എന്താണ്, ചെറിയ ഇടനാഴിയിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു ഇടനാഴി, ചെറിയ അധികം കാറ്റ് കിടക്കാത്ത ഇരുട്ട് കൂടിയ വെളിച്ചം കുറഞ്ഞ എന്താണ് ഒരു ഇടുങ്ങിയ മുറി അവിടെയാണ്. അതായത് വലിയ വലിയ റൂമുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ്, ഇടനാഴിയിൽ അങ്ങോട്ടേക്ക് മാറി ഒരു ഇടുങ്ങിയ മുറിയിലാണ് ആര് താമസിക്കുന്നത്? സ്വാമിനാഥന്റെ മുത്തശ്ശിയുടെ റൂം. कोठरी में स्वामीनाथन की दादी अपने सारे सामान के साथ रहती थी. മുത്തശ്ശിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് മുത്തശ്ശി അതിനുള്ളിലാണ് കഴിയുന്നത്. ഉൻകാ സാമാൻ ഥാ, മക്കളൊക്കെ ഭയങ്കര ബിസിയാണ്. മക്കൾക്ക് അമ്മയുടെ കാര്യം നോക്കാൻ അധികം സമയം കിട്ടുന്നില്ല. ഭക്ഷണമൊക്കെ കൊടുക്കും, എന്താണ്, അവരോട് കഥ പറയാനോ അവരുടെ കൂടെ ചിലവഴിക്കാനോ ഒന്നും മക്കൾക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ എന്താണ്, തീർച്ചയായിട്ടും മാതാപിതാക്കളല്ലേ, നമുക്കറിയാം, ഉള്ളവരുണ്ടെങ്കിൽ എന്താണ്, എന്നോടൊന്നും പറയുന്നില്ല, എന്നെ ഒന്നും കൂട്ടുന്നില്ല, എന്നെ എവിടെയും കൊണ്ടുപോകില്ലല്ലേ, സാധാരണ അവരുടെ മനസ്സിൽ തോന്നുന്ന ചില പരാതികളാണ് അല്ലേ. അപ്പൊ എന്താണ്, എല്ലാ കാര്യങ്ങളും അവരോട് അങ്ങ് വെറുതെ ഒന്ന് പോയി പറഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? സന്തോഷം കിട്ടും. ഇവിടെ എന്താണ്, കം ഹവാദാർ, എന്താണ്, വെരി പുവർ വെന്റിലേറ്റഡ്, അതായത് അധികം കാറ്റൊന്നും കിടക്കാതെ ഇരുട്ട് ചേർന്ന ചെറിയ ഇടുങ്ങിയ മുറിയിലാണ് മുത്തശ്ശി സാരേ സാമാൻ കെ സാത്ത് രഹതി ഥി. ഉൻകാ സാമാൻ ഥാ, എന്തൊക്കെയാണ് മുത്തശ്ശിയുടെ സാധനങ്ങൾ നോക്കാം. നമുക്കറിയാം, ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരുടെ റൂമിൽ പോയി നോക്കിയാൽ അറിയാം. എന്താണ്, നമ്മുടെയൊക്കെ ഒന്ന് വെറുതെ നമ്മുടെ വീട്ടിലൊക്കെ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം. അവരുടെ അടുത്ത് 2-3 ടൈപ്പ് പുതപ്പുകൾ, തണുപ്പ് വരുമ്പോൾ പുതയ്ക്കാൻ, തണുപ്പ് കുറയുമ്പോൾ പുതയ്ക്കാൻ ഇങ്ങനെ കുറേ ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടാവും അല്ലേ. പിന്നെ ഒരു ചെറിയൊരു കിടക്ക ഉണ്ടാവും. പിന്നെ എന്താണ് മുറുക്കാനോ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡുകളൊക്കെ, അവരുടെ ഫസ്റ്റ് എയ്ഡുകൾ ഏലക്ക, ഗ്രാമ്പൂ ഇങ്ങനെയൊക്കെ തുടങ്ങി കുറച്ച് ഫസ്റ്റ് എയ്ഡുകളൊക്കെ ആയിട്ടുള്ള ഒരു ബോക്സും പഴയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന, അവരുടെ ഓർമ്മകളൊക്കെ ഇതാക്കുന്ന കുറച്ച് പഴകിയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ച് അങ്ങനെയുള്ളതായിരിക്കും സാധാരണ നമ്മുടെ മുത്തശ്ശിമാരുടെയൊക്കെ റൂം. അവരുടെ റൂമിൽ എന്താണ്, പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ എന്താണ്, 5 ദരിയാം ഷീറ്റ്, ബെഡ്ഷീറ്റ്, 3 ചാദരയും, എന്താണ്, ബ്ലാങ്കറ്റ്, 3 ബ്ലാങ്കറ്റ്, 5 തക്കിയും, 4-5 തലേണ, തക്കിയവും വാല, ഭാരി ഭർക്കം ബിസ്തർ, അങ്ങനെ എന്താണ് 3-4 തലേണകളോടൊപ്പം പില്ലോസ് ഒക്കെ കൂടിയ ഒരു ഭാരി ഭർക്കം, നല്ല ഭാരമുള്ള ഒരു കിടക്ക, വലിയൊരു കിടക്കയും. ഇത്രയുമാണ് മുത്തശ്ശിയുടെ സാധനങ്ങൾ. ഇതുകൂടാതെ പഴ്സൻ കെ ദോശക്കാബന, പഴ്സൻ മീൻസ്
जूट से बने, जूट के रोप से बने हुए एक बॉक्स और एक बक्सा और लकड़ी का एक छोटा बक्सा, തടി കൊണ്ടുള്ള എന്താണ് ഒരു വുഡൻ ബോക്സ്, തടി കൊണ്ടുള്ള ഒരു ബോക്സും ഉണ്ട്, ജൂട്ടിന്റെ റോപ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ബോക്സും ഉണ്ട്. ഇതൊക്കെ കൊണ്ട് ജിസ്മേ ഈ വുഡൻ ബോക്സുമേ ലക്കടി का एक छोटा सा बक्सा जिसमें क्या क्या है, तांबे के सिक्के, ബ്രോൺസ് കോപ്പറിന്റെ കോപ്പർ ചെമ്പ് നാണയങ്ങള്, പിന്നെ ഇലായച്ചി കടമം, ലൗങ്കെ ലൗങ്ക് എന്ന് പറഞ്ഞ ക്ലൗസ് ഗ്രാമ്പു, और സുപാരി സുപാരി ബീറ്റൽ എന്നുണ്ട്, അടയ്ക്ക, പഴയ രഹത്തേത്. ഓക്കെ, പഴയ കാലഘട്ടമാണ്. പഴയ മുത്തശ്ശി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനം. താമ്പേക്ക് സിക്കെ, കോപ്പർ കോയിൻസ്, ഇലായച്ചി കടമം, ഏലക്ക, ഗ്രാമ്പു, അടയ്ക്ക, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു അവരുടെ മുറിയിലേക്ക് കയറി ചെന്നാൽ നമുക്കൊരു ഫീൽ ചെയ്യും. എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരു കുഴമ്പിന്റെയും ഒരു മരുന്നിന്റെയും ഒക്കെ മണമൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതാണ് എന്ത്, ഒരു ഇവിടെ സ്വാമിക്ക് ദാദിക്ക് കമരെ ഇസി പ്രകാർ ഹെ. ഓക്കെ, രാത് के भोजन के बाद स्वामीनाथन दादी के पास उनकी गोद में सिर रखे, लौंग इलायची की गंध भरे वातावरण में अपने को बहुत प्रसन्न और सुरक्षित महसूस कर रहा था. रात के भोजन के बाद, रात के भोजन आफ्टर डिनर, स्वामीनाथन दादी के पास उनकी गोद में सिर रखे. രാത്രിയില് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഡിന്നർ കഴിഞ്ഞ് സ്വാമിനാഥൻ എങ്ങോട്ടേക്ക് പോയി? സ്വാമിനാഥന്റെ റൂമിലേക്കല്ല പോയത്, ദാദിക്ക് പാസ് ഉൻകി ഗോതുമേ സിർ. ചില പേരക്കുട്ടികൾക്ക് മുത്തശ്ശിമാരുടെ കൂടെ കിടന്നുറങ്ങിയാൽ മാത്രമേ ഉറക്കം വരത്തുള്ളൂ. അവരുടെ കഥ കേട്ട് തന്നെ ഉറങ്ങണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ എന്താണ്, സ്വാമിനാഥൻ ദാദിക്ക് പാസ് ഉൻകി ഗോതുമേ, ഗോദ് ലാപ്പ് മടിയില്, സിർ രഖേ മടിയില് തല വെച്ച് ഇങ്ങനെ കിടന്നപ്പോഴ്, ലൗങ്ക് ഇലായച്ചി കി ഗന്ധ് ഭരേ വാതാവരൺമേ, ഏലക്കയുടെയും ഗ്രാമ്പൂന്റെയും അടക്കയുടെയും ഒക്കെ ഇങ്ങനെ സ്മെല്ല്, വാതാവരൺ അറ്റ്മോസ്ഫിയർ, ഗന്ധ് ഭരേ അതിന് സ്മെല്ല് നിറഞ്ഞ അന്തരീക്ഷത്തില്, അപ്പനേക്കോ ബഹുത്ത് പ്രസന്ന, ദാദി സ്വാമിക്ക് എന്താണ്, സ്വാമിനാഥൻ ബഹുത്ത് പ്രസന്ന ഹുവാ, സുരക്ഷിത് മഹ്സൂസ് കർ രഹാ താ, മഹ്സൂസ് ഫീൽ, ഒരു വല്ലാത്ത സുരക്ഷിതത്വം അവന് ഫീൽ ചെയ്തു. ഓക്കെ, ബഡി പ്രസന്നദാസെ ഭർക്കർ, അവൻ എന്താണ്, മുത്തശ്ശിയുടെ കൂടെ ചെലവഴിക്കാനും മുത്തശ്ശിയുടെ കഥകൾ കേൾക്കാനും ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു സ്വാമിനാഥൻ. ബഡി പ്രസന്നദാസെ ഭർക്കർ വഹ് ബോല, ബഡി പ്രസന്നദാസെ ഭർക്കർ വഹ് ബോല, എന്താണ്, അത്യധിക സന്തോഷത്തോടെ പറഞ്ഞു. വൂ ദാദി ആപ് നഹീ ജാൻതി, അപ്പൊ എന്താണ്, अपने को बहुत प्रसन्न और सुरक्षित महसूस कर रहा था. യു ഫീൽ വെരി ഹാപ്പി, സന്തോഷത്തോടെ. എന്താണ്, അന്നത്തെ എന്തെങ്കിലുമൊക്കെ കഥകൾ, സ്കൂളിൽ പോയി വന്നു, രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ മുത്തശ്ശിയുടെ പതിവ് പോലെ മുത്തശ്ശിയോട് കഥകൾ പറയുക, മുത്തശ്ശിയോട് അന്നത്തെ അനുഭവങ്ങളും വീരകൃത്യങ്ങളും ഒക്കെ പറയുക എന്നുള്ളതാണ് സ്വാമിനാഥന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അങ്ങനെ വളരെ സന്തോഷത്തോടെ പറഞ്ഞു. ഊ ദാദി ആപ് നഹീ ജാൻതി രാജൻ കിത്നി ഊഞ്ചി ചീസ് ഹെ. അപ്പം രാജൻ കെ ബാരെ में, രാജൻ और മണി, ये एक बड़े कहानी है, इसके एक छोटा भाग है इस पार्ट में. ओके, बड़े कहानी की एक संक्षिप्त रूप है, एक छोटी भाग है इसमें, इसलिए इसके पूरे भाग में राजम और मणि ये स्वामीनाथन की एक अच्छी दोस्ती है. पहले वे बहुत दुश्मनी थे, लेकिन फिर वे बहुत बड़े दोस्त भी बन गए. സമച്ച രാജം മണി ഇവർ രണ്ടുപേരും സ്വാമിനാഥന്റെ രണ്ട് സുഹൃത്തുക്കളായിരുന്നു. അവരാദ്യം ഭയങ്കര ശത്രുക്കളായിരുന്നു, പിന്നീട് ഭയങ്കര ഫ്രണ്ട്സ് ആയി. ഇതൊക്കെ ആരോട് പറഞ്ഞിട്ടുണ്ട്? മുത്തശ്ശിയോട് മുമ്പ് രാജനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വാമിനാഥൻ. അപ്പൊ ഇന്നെന്താണ് അതിന്റെ ഒരു തുടർച്ചയായിട്ട് പറയാണ്. ആപ് നഹീ ജാൻതി, മുത്തശ്ശിക്ക് അറിയില്ലേ, രാജം കിത്നി ഊഞ്ചി ചീസ് ഹേ. രാജം എന്താണ്, രാജം വലിയ ആളാണ്. ഉസ്കെ പാസ് സച്മുച്ച് കി പുലീസ് കി വർദി ഹേ. ഉസ്കെ പാസ് അവന്റെ അടുത്ത് എന്തുണ്ട്? सचमुच की पुलिस की वर्दी है, वर्दी यूनिफॉर्म. उसके पास एक पुलिस की यूनिफॉर्म है.
പോലീസിന്റെ ഒരു യൂണിഫോം ഉണ്ട്. സച്ച് റിയലി ഉസേ पुलिस की वर्दी क्यों चाहिए? वही वाली पुलिस यूनिफॉर्म. എന്തിനാണ് അവന് പോലീസിന്റെ യൂണിഫോം? दादी ने पूछा. उसके पिताजी यहाँ की पुलिस के सबसे बड़े अफसर है. എന്തുകൊണ്ടാണ് അവന്റെ വീട്ടില് നല്ല പോലീസിന്റെ യൂണിഫോം ഉള്ളത്? ഉസ്കെ പിതാജി, അതുകൊണ്ടാണ് പോലീസിന്റെ യൂണിഫോം ഉള്ളതുകൊണ്ട് അവൻ വലിയ ആളാണ് എന്നാണ് ആര് സ്വാമിനാഥൻ പറയുന്നത്. ഉസ്കെ പിതാജി യഹാം കി പുലിസ് കെ സബ്സെ ബഡേ അഫ്സർ ഹേ. അവന്റെ ഫാദർ ഇവിടത്തെ ടോപ്പ് മോസ്റ്റ് ഓഫീസർ ഇൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ആര്? അവന്റെ അച്ഛൻ. ദാദി ഹൈരാൻ ഹോക്കർ ബോലി, അത്ഭുതത്തോടെ പറഞ്ഞു. ഉൻകാ സച്ച് കാഫി ബഡാ ദഫ്തർ ഹോഗാ. ഉൻകാ സച്ച് യു വുഡ് ഹാവ് എ വെരി ബിഗ് ഓഫീസ്. അങ്ങനെയാണെങ്കിൽ വലിയ പോലീസ് ഓഫീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. മുത്തശ്ശിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഫിർ ഉനോനെ ഉൻ ദിനോക്കെ, എന്തുകൊണ്ടാണ് മുത്തശ്ശിക്ക് അത്ഭുതം തോന്നിയെന്നറിയോ? മുത്തശ്ശി ഒരു പഴയ കാലത്തിലേക്ക് പോയി പെട്ടെന്ന്. അതുകൊണ്ടാണ് വലിയ ഓഫീസറാണോ? അങ്ങനെയാണെങ്കിൽ നല്ല ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ നല്ല ഓഫീസൊക്കെ ഉണ്ടാവുമല്ലോ. ഫിർ ഉനോനെ, പെട്ടെന്ന് അവരുടെ ഓർമ്മ പഴയ കാലത്തിലേക്ക് പോയി. ഉൻ ദിനോക്കെ കഹാനി സുനാനി ശുരു കി. ഉൻ ദിനോക്കി ദാദി കെ കാൽ കെ കഹാനി. മുത്തശ്ശിയുടെ പഴയ കാലത്തെ ചെറുപ്പകാലത്തെ കഥ സുനാനി ശുരുക്കി. ഇവരങ്ങനെയാണ്. മുത്തശ്ശിയുടെ കഥ കേൾക്കും, ഇവന്റെ കഥ മുത്തശ്ശി കേൾപ്പിച്ചു കൊടുക്കും. ഉനോനെ ഉൻ ദിനോക്കി കഹാനി സുനാനി. സുനന കേൾക്കുക, സുനാനി കേൾപ്പിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. സുന്ന കേൾക്കുക, സുനാന കേൾപ്പിക്കുക. കഹാനി സുനാനി. ഉൻ ദിനോക്കി കിൻ ദിനോക്കി മുത്തശ്ശി ദാദി കെ ഉൻ ദിനോക്കി കഹാനി സുനാനി ശുരു കി. ജബ് സ്വാമിനാഥൻ കെ ദാദാജി, അന്ന് പണ്ട് സ്വാമിനാഥൻ കെ ദാദാജി, സ്വാമിനാഥന്റെ മുത്തശ്ശൻ ആരായിരുന്നു? റൗബദാർ സബ് മജിസ്ട്രേറ്റ് ദേ. റൗബദാർ സബ് മജിസ്ട്രേറ്റ് ദേ കോൺ ദേ? വെരി സ്ട്രിക്റ്റ് കമാൻഡിംഗ് ഓഫീസർ ആയിരുന്നു. റൗബദാർ സബ് മജിസ്ട്രേറ്റ് ദേ ജിൻകെ ദഫ്തർ മേ. പിന്നെന്താണ്? ജിൻകെ ദഫ്തർ മേ, അദ്ദേഹത്തിന്റെ ഓഫീസില് പുലിസ് വാലെ കാമ്പത്തെ ഹുയെ ഖഡേ രഹത്തെ ദേ. ജിൻകെ ദഫ്തർ മേ, അദ്ദേഹത്തിന്റെ ഓഫീസില് പുലിസ് വാലെ മറ്റ് പോലീസ്മെൻ എന്താണ്? കാമ്പത്തെ ഹുയെ ഖഡേ രഹത്തെ ദേ. കാമ്പന ഷിവറിങ്, വിറച്ചോണ്ടേ നിൽക്കുള്ളായിരുന്നു അദ്ദേഹത്തിന്റെ മുമ്പില് മറ്റ് പോലീസുകാർ. उनसे डरकर कुंभार से कुंभार डाकू तक भाग खड़े होते थे. उनसे डरकर, അദ്ദേഹത്തെ പേടിച്ച്, കുങ്കാർ സേ കുങ്കാർ ഡാക്കു റോബേഴ്സ് കള്ളന്മാര്, എന്താണ് ഞെട്ടി പറപ്പിച്ചിട്ടുള്ള കള്ളന്മാര് പോലും അദ്ദേഹത്തെ കണ്ടാൽ ഒളിച്ച് രക്ഷപ്പെടുമായിരുന്നു. ഭാവ് ഖടേ ഹോത്തെ थे. स्वामीनाथन बेचैन होकर उनकी कहानी खत्म होने का इंतजार. അങ്ങനെ മുത്തശ്ശി പഴയ കാലത്തിലേക്ക് പോയി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഗ്രാമമുത്തശ്ശിമാർ പറഞ്ഞ കഥ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ്? നമുക്കറിയാം അല്ലെ, അനുഭവം ഉള്ളവർക്കറിയാം. എന്താണ്? ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് അന്ന് അങ്ങനെയായിരുന്നു, ഞങ്ങൾ അന്ന് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അപ്പൊ എന്താണ്? സ്വാമിനാഥൻ ബേച്ചൈൻ ഹോക്കർ, ബേച്ചൈൻ ഇംപേഷ്യന്റ്, അക്ഷമനായി. എന്താണ്? ഉൻകി കഹാനി ഖത്മ ഹോനെ കാ ഇന്തസാർ കർനെ ലഗാ. മുത്തശ്ശി ഒന്ന് ഇന്തസാർ കർണ, വെയിറ്റിംഗ്, ഖത്മ ഹോന ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ലേക്കിൻ ദാദി ബോൾത്തി ഹി ഗയി. പക്ഷെ മുത്തശ്ശി എന്താണ്? പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓക്കെ. സ്വാമിനാഥൻ ബേച്ചൈൻ ഹോക്കർ, ബേച്ചൈൻ ഇംപേഷ്യന്റ്, അക്ഷമനായിട്ട്. എന്താണ്? ക്ഷമയില്ല, ക്ഷമ നശിച്ചു.
ഹോക്കർ ഉൻകി കഹാനി. കാരണം എന്താണ്, രാജാവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ, ഇനി പറയാൻ കിടക്കുകയാണ്. അപ്പം ഇവന്റെ കഥ പറയാൻ വേണ്ടിയിട്ട് അവൻ എന്താഗ്രഹിച്ചു, കഹാനി ഖത്മ ഹോനേക്ക ഒന്ന് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ ചെയ്യാൻ വേണ്ടി ഇന്റസാർ കർണ ലഗാ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ലേക്കിൻ ദാദി ബോൾത്തി ഹി ഗയി. Yes, इस पाठ में आते हुए, इस भाग में आते हुए शब्दार्थ गूगल क्लास में भेजेंगे और कुछ प्रश्नों के उत्तर लिखना चाहिए, आपके कॉपी में लिखना चाहिए। स्वामीनाथन की दादी क्या क्या सामान के साथ रहती थी? Listen students, क्वेश्चन नंबर 1 स्वयं लिखना चाहिए, अपने अपने वाक्यों में लिखना चाहिए, अपने वाक्यों में लिखना चाहिए। ओके, क्वेश्चन नंबर 1 स्वामीनाथन की दादी क्या क्या सामान के साथ रहती थी? स्वामीनाथन की दादी, स्वामीनाथन की दादी क्या 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 सामान के साथ क्या क्या सामान के साथ रहती थी? राजन के पिताजी कौन थे? राजन के पिताजी कौन थे? राजन के पिताजी कौन थे? और स्वामीनाथन के दादाजी स्वामी के दादाजी क्या थे? स्वामी के दादाजी क्या थे? एक प्रश्न के उत्तर आपकी कॉपी में लिखना चाहिए और शब्दार्थ और सो के साथ लिखिए।